പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ വേ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സ് ഡിസ്കസ് ചെയ്തു. ഇന്ന് വേ റീസ്ട്രെയിൻഡ് സ്ലാബ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ റീസ്ട്രെയിൻഡ് സ്ലാബ്സിലും സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സിലും വരുന്ന ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ മൊമെൻറ്റ് കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ് ഡിഫറൻസ് വരുന്നത്. ബാക്കി സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. പിന്നെ റീസ്ട്രെയിൻഡ് സ്ലാബ്സ് ആയതുകൊണ്ട് അവിടെ ടോർഷൻ്റെ എഫക്റ്റ് വരുന്നത് കൊണ്ട് കോർണേഴ്സിൽ വി പ്രൊവൈഡ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡിഫറൻസസ് ആണ് വേ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൽ നിന്ന് റീസ്ട്രെയിൻഡ് സ്ലാബിൽ വരുന്ന ചേഞ്ചസ്. എഗെയിൻ സിംപ്ലി സപ്പോർട്ടഡും റീസ്ട്രെയിൻഡ് സ്ലാബ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ആദ്യം ക്ലിയർ ആക്കി തരാം. സോ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു സ്ലാബ് ആണെങ്കിൽ ഇതിൻ്റെ വേ സ്ലാബ് ആണെങ്കിൽ ഈ വേ സ്ലാബിൻ്റെ എല്ലാ സൈഡ്സും സിംപ്ലി സപ്പോർട്ടഡ് എന്ന് വെച്ചാൽ എല്ലാ സൈഡിലും വോൾ വെച്ച് സപ്പോർട്ടഡ് ആണ്. ഓക്കെ, എല്ലാ സൈഡ്സും വോൾ ഉണ്ടാകും. സോ അതാണ്, അതായത് ഒരു റൂം, ബേസിക്കലി ഒരു ചെറിയൊരു റൂം നിങ്ങൾ കണ്ടാൽ അറിയാം. ഈ എല്ലാ സ്ലാബും ഇറ്റ് വിൽ ബി സപ്പോർട്ടഡ് ഓൺ വോൾസ്. ഓക്കെ, എല്ലാ സപ്പോർട്ടും വോൾസിൽ സപ്പോർട്ടഡ് ആണെങ്കിൽ, സ്ലാബിൻ്റെ എല്ലാ സപ്പോർട്ടും വോൾസിൽ സപ്പോർട്ടഡ് ആണെങ്കിൽ അങ്ങനെ ഒരു കേസിലാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സ് എന്ന് പറയുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് വേ സ്ലാബ്സ്. അഗെയിൻ റീസ്ട്രെയിൻഡ് സ്ലാബ്സ് എന്ന് പറയാൻ നേരത്ത് ഇങ്ങനെ ഒരു റൂം എടുക്കുകയാണ്. ഈ റൂമിൽ ഇങ്ങനെ ബീംസ് വരുന്നുണ്ട്. ഓക്കെ, സപ്പോസ് ഇങ്ങനെ ബീംസ് വരികയാണ്. സോ ഇങ്ങനെ ബീംസ് വരുന്ന കേസിൽ നമ്മൾ കണ്ടിന്യൂസ് വേ സ്ലാബ്സ് എന്ന് പഠിച്ചിരുന്നു. അതായത് ഇതിൻ്റെ LY/LX നോക്കും. ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് നമ്മൾ വേ കണ്ടിന്യൂസ് സ്ലാബായിട്ട് ഡിസൈൻ ചെയ്യും. എഗെയിൻ കണ്ടിന്യൂസ് അല്ലാത്ത കേസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോറി, വേ സ്ലാബ് അല്ലാത്ത കേസ്. സോ ഇങ്ങനെ ഒരു ബീം പോകുന്നുണ്ട്, ഇങ്ങനെ വേറൊരു ബീം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിൽ മാത്രമേ, സോറി, ഈ സപ്പോർട്ട്സൊക്കെ വോള്, ഈ സപ്പോർട്ട് ഇതെല്ലാം വോള് കൊണ്ട് സപ്പോർട്ടഡ് ആയിരിക്കും. അഗെയിൻ ഇവിടെ ബീംസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ബീം കൊണ്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലാബ്. സോ ഞാൻ ഈ ഫസ്റ്റ് സ്ലാബ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സ്ലാബ് എടുക്കുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് സ്ലാബിൻ്റെ ഈ ഒരു സൈഡ് വോളുണ്ട്, ഈ ഒരു സൈഡിലും വോളുണ്ട്, ഈ ഒരു സൈഡിലും വോളുണ്ട്. ഓക്കെ, അഗെയിൻ ഈ ഒരു സൈഡിലുള്ളതെന്ന് വെച്ചാൽ ബീമാണ്. സോ അങ്ങനെ ബീം ആണെങ്കിൽ നമ്മളവിടെ ഈ ഒരു സൈഡിൽ ബീമാണ്. സോ അങ്ങനെ ബീം ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ഡിസ്കണ്ടിന്യൂസ് എഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലി സപ്പോർട്ടഡ് എഡ്ജ്, ഇത് സിംപ്ലി സപ്പോർട്ടഡ് എഡ്ജ്, ദിസ് ഇസ് ഡിസ്കണ്ടിന്യൂസ് എഡ്ജ്. ഓക്കെ, അതേപോലെ നമുക്കിപ്പോൾ സെക്കൻഡ് ഈ ഒരു സ്ലാബാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് സ്ലാബ്, ഈ ഒരു സ്ലാബാണെങ്കിൽ ഈ ഒരു പോർഷനിൽ വോളാണ്, ഈ ഒരു പോർഷനിലും വോളാണ്. ഓക്കെ, ഈ രണ്ട് എഡ്ജസും, ഈ ഒരു എഡ്ജും അതുപോലെ ഈ എഡ്ജും, ഈ രണ്ട് എഡ്ജസും എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, സോ ഈ രണ്ട് എഡ്ജസും ഡിസ്കണ്ടിന്യൂസ്, ബാക്കി ഇത് സിംപ്ലി സപ്പോർട്ടഡ്. നമ്മളപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ഡിസ്കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് ആണോ എന്നതാണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് അല്ല ഇവിടെ നോക്കേണ്ടത്, ഡിസ്കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ ബീമാണെങ്കിൽ ഇത് ഡിസ്കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ റീസ്ട്രെയിൻഡ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് സ്ലാബ് എടുക്കുകയാണെങ്കിൽ ഒരു എഡ്ജാണ് ഡിസ്കണ്ടിന്യൂസ്, ഈ സെക്കൻഡ് സ്ലാബാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ രണ്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്. സിമിലർലി ഞാൻ വേറൊരു കേസും കാണിച്ചു തരാം. ഓക്കെ, സപ്പോസ് ഇങ്ങനെ ഒരു കേസ്, ഇതെല്ലാം ബീംസ് ആണ്. ഈ ഇത്രയും പോർഷനിൽ വോൾ കൊണ്ട് സപ്പോർട്ടഡ് ആണ്.
ഓക്കെ. സോ ഇത് വോൾസ്, ഇതും വോൾസ്, ഇതും വോൾ. ഇവിടെ വോൾസ് സപ്പോർട്ടഡ് അല്ല. ഓക്കെ. ആൻഡ് ബാക്കി ഈ പോർഷൻസ് ഇത് ബീമാണ്. ഓക്കെ. സോ ഇവിടെ ഒന്നും ബീംസ് ഇല്ല. ഓക്കെ. ഈ ഒരു പോർഷനിൽ ബീമോ അല്ലെങ്കിൽ കോളമോ ഈ ഒരു പോർഷനിൽ ഇല്ല. ബീമോ അല്ലെങ്കിൽ വോളോ ഈ ഒരു പോർഷനിലില്ല. സോ അങ്ങനെയുള്ള പോർഷൻസിനെയാണ് നമ്മൾ ഈ ഒരു പോർഷനെയാണ് കണ്ടിന്യൂസ് പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്തുവാ? ഡിസ്കണ്ടിന്യൂസ്, ഇത് ഡിസ്കണ്ടിന്യൂസ്, 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 ഇതും ഡിസ്കണ്ടിന്യൂസ്, ഇത് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ. ഈ 3 പോർഷൻസും കണ്ടിന്യൂസ്. സോ അവിടെ ബീം ഇല്ലാത്തത് കൊണ്ട് ദിസ് പോർഷൻ ഇസ് കണ്ടിന്യൂസ് ആൻഡ് ദിസ് പോർഷൻ ഇസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ 2-way സ്ലാബ്സിൽ പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇതനുസരിച്ചിട്ട് വേണം നമുക്ക് ഏത് മൊമെൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാനായിട്ട്. സോ ഇങ്ങനെ നമുക്ക് പാനൽസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കണമെങ്കിൽ വി ഹാവ് ടു ഈ ഓരോ കണ്ടീഷൻസും നോക്കുക. ഓക്കെ. 3 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്, 3 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്, 1 ലോങ് എഡ്ജ് കണ്ടിന്യൂസ്. അപ്പോൾ 4 എഡ്ജസ് ഉണ്ടെങ്കിൽ ഈ 9 തുടങ്ങി നോക്കി പോകാം. ദാറ്റ് ഈസ് ഓക്കെ. സോ ആദ്യത്തെ ഈ ഒരു കേസ് 4 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ. 4 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ 4 എഡ്ജിലും ബീം ആയിരിക്കും. ഓക്കെ. അതാണ് 4 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. അഗെയിൻ 3 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്, 1 ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ്. ഇപ്പോൾ 3 എഡ്ജസ് ബീംസ് ഉണ്ട്. ഈ ഒരു പോർഷനിൽ കണ്ടിന്യൂസ് ആണ്, ബീമില്ല വോളും ഇല്ല. ഓക്കെ. സോ ഇവിടെ ഇവിടെ 3 സൈഡ് ബീം. സോ 3 സൈഡും 3 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്, 1 ലോങ് എഡ്ജ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ 1 ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ്. ഓക്കെ. ദെൻ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ കേസും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 2 ലോങ് എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്, ദെൻ 2 ഷോർട്ട് എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. അതായത് 2 ഷോർട്ട് എഡ്ജിലും ബീംസ് ഉണ്ടാകും, 2 ലോങ് എഡ്ജിലും ബീംസ് ഉണ്ടാകും. അങ്ങനെ 2 അഡ്ജസൻറ്റ് എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. 2 അഡ്ജസൻറ്റ് എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു റൂം ആണെങ്കിൽ ഓക്കെ, ഇത് ബീംസ്, ഈ റൂമിൽ ഇത് ബീംസ്, ഈ ഗ്രീൻ കളറിലുള്ള ബാക്കി ഈ ഒരു പോർഷൻ വോൾ. ഓക്കെ. അപ്പോൾ ഇതാണ് ബീംസ്. അപ്പോൾ ഇവിടെ ഇതൊരു ബീം, ഇത് വേറെ ബീം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? 2 അഡ്ജസൻറ്റ് സൈഡ്സ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ. 2 അഡ്ജസൻറ്റ് എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കേസസും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് കൂടുതൽ പ്രോബ്ലംസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏത് കേസാണ് ഈ ഒരു ആൽഫ എക്സും ആൽഫ വൈയും മൊമെൻറ്റ് കോഎഫിഷ്യൻസ് ഏത് കേസിൽ നിന്നാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഏത് കേസാണെന്ന് ആദ്യം നോക്കുക, ക്വസ്റ്റ്യൻ കണ്ടിട്ട്, എന്നിട്ട് അത് ഏത് കേസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ വാല്യൂസ് എന്ന് വെച്ചാൽ ഓക്കെ, ഈ ഒരു വാല്യൂസ് ആൽഫ എക്സിൻ്റെ വാല്യൂ ആണ്, ഈ വാല്യൂ ആൽഫ വൈയുടെ വാല്യൂ ആണ്. ഓക്കെ. ഇതെല്ലാം ആൽഫ എക്സിൻ്റെ വാല്യൂസും ഈ വാല്യൂസ് ആൽഫ വൈയുടെ വാല്യൂസും. അപ്പോൾ LY/LX റേഷ്യോ നോക്കുക, ആ റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സും ആൽഫ വൈ വാല്യൂസും നോക്കുക. ഓക്കെ. ക്ലിയർ? അപ്പോൾ ഇതിൽ 2 വാല്യൂസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ആൽഫ എക്സ്, ആൽഫ വൈ. ഓക്കെ. അപ്പോൾ ഇത് നെഗറ്റീവ് മൊമെൻറ്റ് ആൽഫ എക്സ് ആണ്, രണ്ടും ആൽഫ എക്സ് തന്നെയാണ്. ഇത് നെഗറ്റീവ് മൊമെൻറ്റും ഇത് പോസിറ്റീവ് മൊമെൻറ്റും. ഓക്കെ. നെഗറ്റീവ് പോസിറ്റീവ്. ഈ ഒരു കേസ് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് മൊമെൻറ്റ് ആൽഫ എക്സ് ഇവിടെ ഇല്ല, ആൽഫ എക്സ് ഈ ഒരു പോസിറ്റീവ് പോർഷനിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെ ആൽഫ എക്സിന് ഒരു സിംഗിൾ വാല്യൂ ഉള്ളൂ. ഓക്കെ. പോസിറ്റീവ് മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഇത് ആൽഫ വൈ, ഈ വാല്യൂസൊക്കെ ആൽഫ വൈ വാല്യൂസാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. ഡിസൈൻ എ ഫ്ലോ സ്ലാബ് 7/5 മീറ്റർ ക്ലിയർ ഡയമെൻഷൻസ്. അപ്പോൾ ക്ലിയർ ഡയമെൻഷൻസ് എന്ന് തന്നിട്ടുണ്ട്. അഗെയിൻ ക്ലിയർ ഡയമെൻഷൻസ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന ഡയമെൻഷൻസ് LXും LYയും ആയിട്ട് എടുക്കുക. ഓക്കെ. അവിടെ അതായത് അത് തന്നിരിക്കുന്നത് എഫക്റ്റീവ് സ്പാൻ ആണെന്ന് അസ്യൂം ചെയ്ത് പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യുക. ക്ലിയർ ഡയമെൻഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ
എന്താ ചെയ്യേണ്ടത്, നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിയർ ഡയമെൻഷൻസ് എന്ന് പറയുന്നുണ്ട്. സപ്പോർട്ടഡ് ഓൺ ഓൾ 4 sides ബൈ 230 mm വൈഡ് ബീംസ്. ഓക്കെ, അപ്പോൾ എല്ലാ സൈഡും ബീംസ് വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് 7/5 mm ഒരു സ്ലാബാണ്. എല്ലാ സൈഡ്സും ബീം വെച്ചാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ സൈഡ്സും ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓൾ 4 sides ആർ ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, ഓൾ 4 sides ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഏത് കേസായിരിക്കും ഇതിൽ? കേസ് 9. 4 edges ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ കേസ് 9. അപ്പോൾ ആൽഫ എക്സ് വാല്യൂസ് ഇതും, ഇത് ആൽഫ വൈ വാല്യൂ. ആൽഫ എക്സ് വാല്യൂ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ LY/LX കാൽക്കുലേറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ടുള്ള ആൽഫ എക്സ് വാല്യൂ ഇൻ്റർപോളേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് എടുക്കുക. ഓക്കെ, ഇതാണ് LY/LX വാല്യൂ. ഇതനുസരിച്ചിട്ടുള്ള വാല്യൂസ് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് ആൽഫ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ആൽഫ വൈ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണ്? 4/5 മീറ്റർ, 7/5 മീറ്റർ സ്ലാബാണ്. സോ ഷോർട്ട് സ്പാൻ 5 മീറ്റർ, ലോങ് സ്പാൻ 7 മീറ്റർ. LXും LYയും നമുക്ക് തൽക്കാലം 5 എന്നും 7 എന്നും എടുക്കാം. അഗെയിൻ ബീം വിഡ്ത്ത് 230 mm ബീമിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. ദെൻ എല്ലാ ലോഡ്സും തന്നിട്ടുണ്ട്. FE415 M20 എന്ന് തന്നിട്ടുണ്ട്. അഗെയിൻ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ. ഓക്കെ, കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ എന്ന് വെച്ചാൽ നമുക്കപ്പോൾ അവിടെ കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ, സോ അവിടെ ടോർഷൻ്റെ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്കറിയാം, അതുപോലെ അഡീഷണൽ ആയിട്ട് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ അതാണ് തന്നിരിക്കുന്നത്. സോ കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ, സോ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. ആൻഡ് 4 edges ഡിസ്കണ്ടിന്യൂസ്. ഇപ്പോൾ കേസ് 9 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഏത് സ്ലാബ് ആണെന്ന് കണ്ടുപിടിക്കുക. സോ അതിന് LY/LX 7/5 എടുക്കുക. 1.4 എന്ന് കിട്ടും, വിച്ച് ഇസ് ലെസ് ദാൻ 2. അതുകൊണ്ട് ഇത് 2-way സ്ലാബാണ്. 2-way സ്ലാബിൽ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ആണോ റീസ്ട്രെയിൻഡ് സ്ലാബ് ആണോ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ സൈഡും ബീംസ് വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദിസ് ഇസ് എ കേസ് ഓഫ് റീസ്ട്രെയിൻഡ് സ്ലാബ്. റീസ്ട്രെയിൻഡ് സ്ലാബിൽ 4 edges ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, 4 സൈഡും ബീമാണ് ആൻഡ് ഓൾ ദി കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ. സോ ഇത് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം? ഡിസൈൻ ആസ് 2-way റീസ്ട്രെയിൻഡ് സ്ലാബ്. എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കേസ് 9 ഫ്രം ടേബിൾ 26. ഓക്കെ, സോ ടേബിൾ 26ൽ കേസ് 9 ആണ് എടുക്കേണ്ടത്, പേജ് നമ്പർ 91. സ്റ്റെപ്പ് 2 പ്രിലിമിനറി ഡെപ്ത് ഓഫ് സ്ലാബ്. സോ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. ഓക്കെ, L/D റേഷ്യോ 35 എന്ന് എടുത്ത് ചെയ്താൽ മതി. ഇവിടെയും 5000/D 5 ക്ലിയർ സ്പാൻ. എന്ന് വെച്ചാൽ ഇത് ഷോർട്ട് സ്പാൻ ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 5 മീറ്റർ. സോ 5000/D. അപ്പോൾ അവിടെ നിന്ന് D കാൽക്കുലേറ്റ് ചെയ്യാം. D 142 എന്നാണ് കിട്ടുന്നത്. അത് ഒരു ഹയർ വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. 150 mm എന്ന് പ്രൊവൈഡ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് കവർ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ക്ലിയർ കവർ 20 mm എന്ന് കൊടുക്കാം. അതുപോലെ ഡയമീറ്റർ ഓഫ് ബാർ സ്ലാബിൻ്റെ കേസിൽ 10 mm എന്ന് എടുക്കാം. ക്വസ്റ്റ്യനിൽ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഓക്കെ, മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? ക്ലിയർ കവർ 15 mm എന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 20 mm എന്ന് എടുത്താൽ മതി. ക്വസ്റ്റ്യനിൽ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ 15 mm എടുക്കുക. സോ ഓവറോൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. 150 + 20 + 10/2 ദറ്റ് ഈസ് 175. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ലോഡ് കാൽക്കുലേഷൻ. ഇതെല്ലാം സെയിം, നമ്മൾ ഇത്രയും കാലം പഠിച്ച സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ദറ്റ് ഈസ് സെൽഫ് വെയ്റ്റ് B × D × 25. 25 എന്ന് വെച്ചാൽ യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ്. സോ B 1000 mm അല്ലെങ്കിൽ 1 മീറ്റർ. അപ്പോൾ മീറ്ററിലുള്ള വാല്യൂ വേണം ഇവിടെ എഴുതാൻ. സോ 1 × 0.75 1 × 0.175 എന്ന് വെച്ചാൽ ഓവറോൾ ഡെപ്ത് ഇൻറ്റു 25. സോ നമുക്ക് 4.37 kN/m കിട്ടും. ഫ്ലോർ ഫിനിഷ് 1 kN/m² എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫ്ലോർ ഫിനിഷ് 1 kN/m² എന്ന് അസ്യൂം ചെയ്യുക.
സോ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 kN per meter square ഇൻറ്റു ബി എത്രയാണ് 1 മീറ്റർ. സോ ഇൻറ്റു 1. അഗെയിൻ ലൈവ് ലോഡ് 4 kN per meter square തന്നിട്ടുണ്ട്. അതിനെയും വിഡ്ത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ടോട്ടൽ ലോഡ് കിട്ടും. ടോട്ടൽ ലോഡിനെ ഫാക്ടേർഡ് ലോഡ് ആക്കാൻ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് 14.06 എന്ന് ഫാക്ടേർഡ് ലോഡ് വാല്യൂ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മൾ ആദ്യം എടുത്ത LY/LX ഒക്കെ ഇഫക്റ്റീവ് സ്പാനിലല്ല എഴുതിയത്, ക്ലിയർ സ്പാൻ വെച്ചിട്ട് തന്നെയാണ്. LY/LX LY 7 എന്നും LX 5 മീറ്റർ എന്നും എടുത്തു. അഗെയിൻ നമുക്ക് മൊമെൻ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ എഫക്റ്റീവ് സ്പാൻ, എഫക്റ്റീവ് ലെങ്ത് ആണ് വേണ്ടത്. സോ ഇഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് സ്പാൻ ഇസ് ക്ലിയർ സ്പാൻ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് ഓർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്. സോ 5.15 മീറ്റർ ഇവിടെ എടുക്കാം. ഓക്കെ, സോ 5.15 ആൻഡ് 7.15. ഓക്കെ, ഇത് ഷോർട്ട് സ്പാൻ ആണ്. ലോങ് സ്പാൻ എന്ത് വരും? 7.15 മീറ്റർ. ഓക്കെ, അഗെയിൻ നമ്മൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആൽഫ എക്സ് വാല്യൂ വേണം. ആൽഫ എക്സ് വാല്യൂം ആൽഫ വൈ വാല്യൂം വേണം. ഓക്കെ, കാരണം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ആൽഫ എക്സ് WLX² ആൻഡ് ആൽഫ വൈ WLX². സോ ആൽഫ എക്സ് ടേബിൾ 26 നിന്ന് കിട്ടും. സോ ടേബിൾ 26 നിന്ന് കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് LY/LX വാല്യൂ വേണം. ഓക്കെ, LY/LX വാല്യൂ നമ്മളിവിടെ എഫക്റ്റീവ് സ്പാൻ്റെ ടേംസിൽ എഴുതുക. സോ 1.39 എന്ന് കിട്ടും. ഓക്കെ, സോ 1.39ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സ് വാല്യൂ കേസ് 9 ആണ്. അപ്പോൾ 9ൽ നിന്ന് എടുക്കുക. സോ 1.3യും 1.4ൻ്റെ ഇടക്കാണ് 1.39. സോ 1.3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും, 1.3. ഓക്കെ, ഇതാണ് 1.3. സോ 1.3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.79ഉം 1.4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.085 ആണ്. ഓക്കെ, 0.079ഉം 0.085ഉം. സോ ഈ രണ്ട് വാല്യൂസും ഇൻ്റർപോലേറ്റ് ചെയ്യുക. 0.079ഉം 0.085ഉം ഇൻ്റർപോലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ആൽഫ എക്സിൻ്റെ വാല്യൂ കിട്ടും. ആൽഫ വൈക്ക് ഇൻ്റർപോലേറ്റ് ഒന്നും ചെയ്യേണ്ട, ഒരൊറ്റ വാല്യൂ ആ ടേബിളിൽ തന്നിട്ടുള്ളൂ. സോ ആ വാല്യൂ തന്നെ എഴുതുക. ഓക്കെ, അതായത് ആൽഫ വൈ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.056. സോ ആൽഫ എക്സ് എഴുതുക, ആൽഫ വൈ എഴുതുക. ആൽഫ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ MUXലും MUYലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് LX എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് സ്പാൻ ലെങ്ത് ആണ് എടുക്കേണ്ടത്. LX 5.15². അഗെയിൻ നെക്സ്റ്റ് MUX 31.47 kN മീറ്റർ എന്നും MUY 20.88 kN മീറ്റർ എന്നും കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ MUXും MUXും MUYയും നമ്മൾ MU ലിമിറ്റിനേക്കാളും ലെസ് ആണെന്ന് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ഡെപ്ത് അഡിക്വേറ്റ് ആണ്. സോ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതിൻ്റെ വാല്യൂ MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.138 FCK/BD². ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് 0.138 × 20 × 1000 × 150² 62.1 kN മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 62.1 kN മീറ്റർ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത MUXും MUYയേക്കാളും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്ത ഡെപ്ത് അഡിക്വേറ്റ് ആണ്. ഇൻ കേസ് ഇത് അഡിക്വേറ്റ് ആയിട്ടല്ല വരുന്നതെങ്കിൽ നമ്മൾ ഡെപ്തിൻ്റെ വാല്യൂ മാറ്റി കൊടുക്കുക. ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ 150 ആയിരുന്നു ഇവിടെ എടുത്തത്. അപ്പോൾ 155 എന്നോ 160 എന്നോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. സോ ഇവിടെ അഡിക്വേറ്റ് ആയതുകൊണ്ട് 150 തന്നെ എടുക്കാം. നെക്സ്റ്റ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് AST. അപ്പോൾ AST ഷോർട്ട് സ്പാനിലും ലോങ് സ്പാനിലും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഷോർട്ട് സ്പാനിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ ഒരു ബേസ് ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇക്വേഷനിൽ MUXൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, AST കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ ലോങ് സ്പാനിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ MUY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ന്യൂട്ടൺ mm വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ kN/മീറ്ററിലാണ്. അതിനെ ന്യൂട്ടൺ mm അതായത് × 10⁶ എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എന്നിട്ട് AST കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ്ലി നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ കാൽക്കുലേറ്ററിൽ ഈ ഒരു വാല്യൂ
ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ആൽഫ എന്നൊരു ആൽഫ എന്ന് എഴുതിയിരിക്കുന്ന ഒരു കീ കാണും. അപ്പോൾ അതിൽ പ്രസ് ചെയ്തിട്ട് ആൽഫ ഈക്വൽ ടു ആൽഫ പ്രസ് ചെയ്തിട്ട് ഈക്വൽ ടു നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും ഈ ഒരു ഇക്വേഷൻ്റെ കൂടെ ഈക്വൽ ടു എന്നൊരു സിമ്പിൾ ആ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അടുത്ത വാല്യൂ എൻ്റർ ചെയ്യുക. എന്നിട്ട് അതിൽ വീണ്ടും ആൽഫ പ്രസ് ചെയ്തിട്ട് നമ്മൾ ASTക്ക് പകരം ഒരു അൺനോൺ എക്സ് എന്നോ അപ്പോൾ അങ്ങനെ അൺനോൺ ആയിട്ടുള്ള വാല്യൂ അങ്ങനെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ആൽഫ വെച്ചിട്ട് ആൽഫ എന്ന് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ കുറേ ഐക്കൺസ് ഉള്ളതിൽ ആൽഫ എന്നുള്ളൊരു വാല്യൂ ഉണ്ടെങ്കിൽ, ആൽഫ എന്നൊരു ഐക്കൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ പ്രസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അതിലുള്ള ഏതെങ്കിലും വാല്യൂസ് ABC എന്നൊക്കെ കീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഇപ്പോൾ A പ്രസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്ത് വരും, ആൽഫ കഴിഞ്ഞിട്ട് A പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കാൽക്കുലേറ്ററിൻ്റെ സ്ക്രീനിൽ 31.47 × 10⁻⁶ ആൽഫ പ്രസ് ചെയ്യുക, ഈക്വൽ ടു ഇടുക. അപ്പോൾ ഇങ്ങനെ ഈക്വൽ ടു എന്ന് കാണിക്കും. എന്നിട്ട് ഈ നമ്പർ എൻ്റർ ചെയ്യുക. പിന്നെയും ആൽഫ പ്രസ് ചെയ്യുക, A എന്ന് കൊടുക്കുക. ASTക്ക് സപ്പോസ് നമുക്ക് കാൽക്കുലേറ്ററിൽ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുക്കാം. ഓക്കെ, ആൽഫ A പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്ററിൽ ASTക്ക് പകരം A എന്നൊരു വാല്യൂ വരും. എന്നിട്ട് ബ്രാക്കറ്റ് കൊടുക്കുക, 1 എൻ്റർ ചെയ്യുക, മൈനസ് വീണ്ടും ആൽഫ പ്രസ് ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ഒരു നമ്പർ, ഓക്കെ ഇവിടെ ഏതാ കൊടുത്തിരിക്കുന്നത് അത് തന്നെ A കൊടുക്കുക, ഇൻറ്റു 1.38 × 10⁻⁻⁴ എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് സോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഐക്കൺ ഉണ്ട്. ഓക്കെ, സോൾവ് ക്ലിക്ക് ചെയ്യുക. സോൾവ് ഈക്വൽ ടു സോൾവ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുക. പിന്നെയും ഒന്നും കൂടെ സോൾവ് ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, സോൾവ് ഈക്വൽ ടു 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ അപ്പോൾ ബ്ലാങ്ക് ആകും. ബ്ലാങ്ക് ആയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വാല്യൂ സ്ക്രീനിൽ തെളിയും. ഓക്കെ, ഹോപ്പ് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് ആ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ AST കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കപ്പോൾ 2 AST കിട്ടി, ഷോർട്ട് സ്പാനിലെയും ലോങ് സ്പാനിലെയും ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വാല്യൂ കിട്ടി. ഇനി ചെയ്യേണ്ടത് AST മിനിമം. അപ്പോൾ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മിനിമത്തിനേക്കാളും കൂടുതലായിട്ടുള്ള വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ AST മിനിമത്തിന് 0.12% BD ആണ് ഇക്വേഷൻ. സോ 12/100 × 1000 × 175 210 എന്ന് കിട്ടും. അപ്പോൾ 210നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ 2 AST വാല്യൂസ്. ഓക്കെ, സോ ഗ്രേറ്റർ ആയതുകൊണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു AST എടുക്കാം. നെക്സ്റ്റ് സ്പേസിങ്. അപ്പോൾ 2 സ്പാനിലെയും നമുക്ക് ഏരിയ അറിയാമെങ്കിൽ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുക. 1000 × AST ഓഫ് ബാർ, നമുക്ക് മെയിൻ ബാർസ് 10 mm എന്ന് കൊടുക്കാം. സോ π/4 × 10² AST. ഓക്കെ, ഇവിടെ നമ്മൾ ഷോർട്ട് സ്പാനിൽ കിട്ടിയ AST വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ നമ്മൾ ലോങ് സ്പാനിൽ കിട്ടിയ AST വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ വി ഗെറ്റ് എ സ്പേസിങ്ങിന് കിട്ടുന്ന വാല്യൂവിനേക്കാളും കുറവായിട്ടുള്ളൊരു വാല്യൂ ഒരു 10ൻ്റെ മൾട്ടിപ്പിൾ കൊടുക്കുക, 10 × 5. സോ 190 to 190 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അപ്പോൾ ഇത് നമ്മൾ എഴുതുക. എന്നിട്ട് അപ്പോൾ ഷോർട്ട് സ്പാനിൽ കിട്ടിയത് 10 mm ഡയമീറ്റർ ബാർസ് അറ്റ് 120 mm സ്പേസിങ് അല്ലേ. 10 mm ഡയമീറ്റർ ബാർസ് 120 mm സ്പേസിംഗ് ആണ് ഷോർട്ട് സ്പാനിൽ കിട്ടിയ വാല്യൂ. അതും എടുത്തെഴുതുക. ദെൻ ലോങ് സ്പാനിൽ കിട്ടിയത് 10 mm 190 mm സ്പേസിംഗ്. ഓക്കെ, അഗെയിൻ ഈ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്ത 2 സ്പേസിങ്ങും മാക്സിമം സ്പേസിങ്ങിനേക്കാളും കുറവാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് മാക്സിമം സ്പേസിങ് ആസ് പെർ IS കോഡ് ഫോർ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് 3D അല്ലെങ്കിൽ 300 mm. ഓക്കെ, സോ 3 × 150 അല്ലെങ്കിൽ 300 mm. സോ ഇതിൽ മിനിമം 300 ആണ്. സോ 300നേക്കാളും ലെസ് ആയിരിക്കണം ഈ 2 നമുക്ക് സ്പേസിങ്ങിൽ കിട്ടിയ വാല്യൂസും. അഗെയിൻ നെക്സ്റ്റ് ഇസ് മാക്സിമം സ്പേസിങ്. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂഷൻ ബാർസ് എന്ന് വെച്ചാൽ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് 210 mm നേരത്തെ കിട്ടിയ വാല്യൂ മിനിമം AST മിനിമം തന്നെ പ്രൊവൈഡ് ചെയ്യാം. സ്പേസിങ് കൊടുക്കുക. അപ്പോൾ സ്പേസിങ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ മെയിൻ ബാറിന് 10 mm ആയിരുന്നു, അതിനേക്കാളും ലെസ്സർ ആയിട്ടുള്ള ഒരു സ്പേസിങ് വേണം കൊടുക്കാൻ.
ഓക്കെ, ആൻഡ് ഇത് AST മിനിമം. അപ്പോൾ സ്പേസിങ് കിട്ടും 230. അഗെയിൻ ഈ 230 mm എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പേസിങ്ങിനേക്കാളും കുറവായിരിക്കണം. അപ്പോൾ മാക്സിമം സ്പേസിങ് എത്രയായിരുന്നു? ഫോർ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ദ മാക്സിമം സ്പേസിങ് ഇസ് 5D or 450 mm. ഓക്കെ, സോ 5D or 450 mm, അതായത് 5 × 150, 750 അല്ലെങ്കിൽ 450, ഇതിലേതാണോ ലെസ്സർ വാല്യൂ. അതായത് 450 ആണ് ലെസ്സർ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ഈ വാല്യൂ എന്ന് വെച്ചാൽ 450യേക്കാളും കുറവായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറവായതുകൊണ്ട് വി ക്യാൻ ടേക്ക് ദിസ് വാല്യൂ ഫോർ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ. സ്പേസിങ് ഇതാണ് കൊടുക്കേണ്ടത്. അഗെയിൻ വേറൊരു കാര്യമുള്ളത് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ, സോ വി ഹാവ് ടു പ്രൊവൈഡ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ആൻഡ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ബാറിന് ഒരു AST പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഷോർട്ട് സ്പാനിൽ മെയിൻ ബാറിന് AST പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3/4%, ഓക്കെ, അതായത് അതിൻ്റെ 3/4 ആയിരിക്കണം ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. സോ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യാം? 3/4 ഓഫ് AST മെയിൻ ബാർ. ഓക്കെ, അതായത് 0.75 ഓഫ് AST ഓഫ് മെയിൻ ബാർസ് അലോങ് ഷോർട്ട് സ്പാൻ ഡയറക്ഷൻ. സോ AST അലോങ് ഷോർട്ട് സ്പാൻ ഡയറക്ഷൻ 637 ആണ്. സോ 3/4 × 637, അതായത് 477 എന്ന് കിട്ടും. ഓക്കെ, അതാണ് AST. അഗെയിൻ സ്പേസിങ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൽ നമ്മൾ മെയിൻ ബാറിൻ്റെ അതേ ആ ഒരു ഡയമീറ്റർ തന്നെ ഇവിടെയും പ്രൊവൈഡ് ചെയ്യാം, 10 എന്ന് പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെയും സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് അപ്പോൾ ഇത് എങ്ങനെയാണ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ടോപ്പിലും ബോട്ടത്തിലും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് ഇങ്ങനെ ആണെങ്കിൽ ടോപ്പിലും ബോട്ടത്തിലും പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ എൻഡ് കോർണറിലായിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാ കോർണേഴ്സിലും ആയിരിക്കും ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓൾ കോർണേഴ്സ് ടോപ്പ് ആൻഡ് ബോട്ടം അറ്റ് എ ഡിസ്റ്റൻസ് LX/5 ഇൻ ബോത്ത് ഡയറക്ഷൻ. ഓക്കെ, LX/5 ഇൻ ബോത്ത് ഡയറക്ഷൻ, അതായത് ഇങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇത് ടോപ്പിലും കൊടുക്കണം ബോട്ടത്തിലും കൊടുക്കണം. ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ LX/5. ഓക്കെ, അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓരോ റീഇൻഫോഴ്സ്മെൻറ്റും എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഷിയർ ചെക്ക് ചെയ്യുക. അതിന് VU കാൽക്കുലേറ്റ് ചെയ്യണം. VU വാല്യൂ എത്ര? WL/2 ആൻഡ് ടോ V is equal to VU/BD. സോ ടോ V വാല്യൂ കിട്ടും. എന്നിട്ട് ടോ C വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് PT വാല്യൂ വേണം. ഓക്കെ, PT വാല്യൂ ഇൻ്റർപോളേറ്റ് ചെയ്യുക, ടോ C കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ടോ C ഇവിടെ 175 1.25 ആണ്. സോ ടോ C വാല്യൂ ഷാൽ ബി ഗ്രേറ്റർ ദാൻ ടോ V. അങ്ങനെയാണെങ്കിൽ ഷിയറിൽ സേഫ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡിഫ്ലക്ഷൻ ചെക്ക്. അപ്പോൾ ഇത്രയും കാലം ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ഡിഫ്ലക്ഷൻ ചെക്കിന് L/D മാക്സിമം L/D പ്രൊവൈഡഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. സോ L/D മാക്സിമം എങ്ങനെ കിട്ടും? L/D ബേസിക് നമ്മളിവിടെ 335 ആണ് ബേസിക് കൊടുക്കേണ്ടത്. ഓക്കെ, 35 ആണ് കൊടുക്കേണ്ടത്, അത് നോട്ട് ചെയ്തേക്കാം. സോ L/D ബേസിക് ഇസ് 35. KT, KF ആൻഡ് KC കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് 1, ഇതും 1. KT നമ്മൾ ഫിഗർ 4ൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് L/D പ്രൊവൈഡഡ് എത്രയായിരുന്നു? 5150 ഡിവൈഡഡ് ബൈ ഡെപ്ത് 150. ഓക്കെ, സോ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ബിക്കോസ് അതിന് കുറച്ചും കൂടെ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഒരു ക്ലാസ് വേണ്ടി വരും. ഓക്കെ.